അങ്ങനെ ഇപ്പോൾ നമ്മുടെ സൂപ്പർ വില്ലനായ ഡോക്ടർ ഡൂമും നമ്മുടെ ഹൾക്കിൻ്റെ ഈവൽ വെർഷനായിട്ടുള്ള മൈസ്ട്രോയും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോവാം. ഈ ഒരു കഥയിൽ ഒരു ദിവസം മൈസ്ട്രോ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിലെല്ലാം ചവിട്ടി തുറന്ന് ഡൂമിൻ്റെ അടുത്തേക്ക് ചെല്ലും. പക്ഷെ അത് ഡോക്ടർ ഡൂമിനോട് അടിപിടിയൊന്നും ഉണ്ടാക്കാനായിരുന്നില്ല മൈസ്ട്രോ അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നത്. പകരം ഡോക്ടർ ഡൂമുമായി ഭക്ഷണമൊക്കെ കഴിച്ച് ആഘോഷിക്കുവാനായിരുന്നു മൈസ്ട്രോ അങ്ങോട്ടേക്ക് ചെന്നത്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ മൈസ്ട്രോയ്ക്കും ഡോക്ടർ ഡൂമിനും ലോകത്തെ കീഴടക്കണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട് അവരുടെ വഴിയിൽ തടസ്സമായി നിന്നിരുന്ന സൂപ്പർ ഹീറോസിനെയും മറ്റുള്ളവരെയും മൈസ്ട്രോയും ഡോക്ടർ ഡൂമും ഇല്ലാതെയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷ വിരുന്നാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ മൈസ്ട്രോയുമായി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നമ്മളിനി തടയുവാൻ ആർക്കും സാധിക്കില്ല എന്നും ഈ ലോകം നമ്മൾ ഒന്നിച്ച് ഭരിക്കുമെന്ന് ഡോക്ടർ ഡൂം വളരെ സന്തോഷത്തോടെ മൈസ്ട്രോയോട് പറഞ്ഞതും അത് പറ്റില്ല എന്നും ഞാൻ ഒറ്റയ്ക്ക് ഈ ഭൂമിയെ ഭരിച്ചോളാമെന്നും എനിക്ക് മറ്റുള്ളവരുമായി ചേർന്ന് ഒന്നിച്ച് ജോലി ചെയ്യുന്നതൊന്നും ഇഷ്ടമില്ല എന്നും ഇവിടെ ഒരു രാജാവ് മതിയെന്നും അത് താനാണെന്നും അതുകൊണ്ട് നീ ഇനി ജീവിച്ചിരിക്കണ്ട എന്നും നീ കുടിച്ച മദ്യത്തിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നുവെന്നും നീ ഉടനെ മരിക്കുമെന്ന് മൈസ്ട്രോ ഡോക്ടർ ഡൂമിനോട് പറയുകയാണ്. അത് കേട്ട് ഞെട്ടിപ്പോയ ഡോക്ടർ ഡൂമിന് ഇപ്പോൾ ഭയങ്കരമായി വയ്യാതെ ആവുകയാണ്. അങ്ങനെ വയ്യാതെയായിരിക്കുന്ന ഡോക്ടർ ഡൂമിനോട് ഭയങ്കര ശക്തിശാലിയും ഗ്രീക്ക് ദേവനുമായ ഹെർക്കുലിസിനെ വളരെ എളുപ്പത്തിൽ വിഷം കൊടുക്കുവാൻ തനിക്ക് സാധിച്ചിരുന്നുവെന്നും പക്ഷേ ഇത്ര വലിയ ബുദ്ധിമാനായ നിന്നെ ഇതുപോലെ വളരെ സിമ്പിളായി കൊല്ലാൻ സാധിക്കുമെന്ന് താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മൈസ്ട്രോ ഡോക്ടർ ഡൂമിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂം ആണെങ്കിൽ നിനക്ക് ഒരിക്കലും എന്നെ കൊല്ലാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് മൈസ്ട്രോയെ വളരെ സിമ്പിളായി അറ്റാക്ക് ചെയ്ത് ആ കൊട്ടാരത്തിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് മൈസ്ട്രോയെ ഡോക്ടർ ഡൂം അടിച്ച് തെറിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇതൊന്നും കണ്ട് ഒന്നും മനസ്സിലാകാതെ അവിടെ വീണ് കിടക്കുന്ന മൈസ്ട്രോയുടെ അടുത്തേക്ക് നമ്മുടെ ഡോക്ടർ ഡൂം പറന്നു ചെന്നിട്ട് നീ ഉറപ്പായും താൻ കഴിക്കുന്ന ഭക്ഷണത്തിലോ വെള്ളത്തിലോ മദ്യത്തിലോ വിഷം കലർത്തുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതലായി വിഷത്തെ പ്രതിരോധിക്കാനുള്ള ഒരു ആൻറ്റിടോക്സിൻ താൻ എടുത്തിരുന്നുവെന്ന് മൈസ്ട്രോയോട് ഡോക്ടർ ഡൂം പറയുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഡോക്ടർ ഡൂം വീണ്ടും വളരെ പവർഫുള്ളായി തൻ്റെ ആർമറിലെ ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് മൈസ്ട്രോയെ അറ്റാക്ക് ചെയ്യുകയാണ്. മൈസ്ട്രോയ്ക്ക് തിരിച്ച് ഒരടി പോലും ഡോക്ടർ ഡൂമിനിട്ട് കൊടുക്കുവാൻ പോലും സാധിക്കുന്നില്ല. ഡോക്ടർ ഡൂമിൻ്റെ അടിയേറ്റ് മൈസ്ട്രോ ആൽക്കമാക്സ് എന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് തെറിച്ച് വീഴുകയാണ് ഇപ്പോൾ. പക്ഷേ ആ കെട്ടിടത്തിൽ ചെന്ന് വീണ മൈസ്ട്രോയ്ക്ക് ഡോക്ടർ ഡൂമിനെ വീഴ്ത്താനുള്ള ഒരു വഴി ലഭിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ കെട്ടിടത്തിലുള്ള 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉപയോഗിച്ച് അവിടേക്ക് പറന്നു വന്ന ഡോക്ടർ ഡൂമിൻ്റെ ദേഹത്തുള്ള ആർമറെല്ലാം മൈസ്ട്രോ വേർപ്പെടുത്തി പൊട്ടിച്ച് കളയുകയാണ്. ആ ആർമറാണ് നിന്നെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആക്കുന്നതെന്നും അതില്ലെങ്കിൽ നിന്നെ എനിക്ക് വളരെ എളുപ്പത്തിൽ വീഴ്ത്താൻ സാധിക്കുമെന്ന് ഡോക്ടർ ഡൂമിനോട് മൈസ്ട്രോ പറഞ്ഞിട്ട് ആർമർ ദേഹത്തില്ലാത്ത ഡോക്ടർ ഡൂമിനെ അടിച്ച് തെറിപ്പിക്കുകയാണ് മൈസ്ട്രോ. മാത്രമല്ല വീണ് കിടക്കുന്ന ഡോക്ടർ ഡൂമിനെ കൊല്ലാനായി മൈസ്ട്രോ ഡൂമിൻ്റെ അടുത്തേക്ക് ചെന്നതും ഡൂമിൻ്റെ യഥാർത്ഥ പൊട്ടിപ്പൊളിഞ്ഞ മുഖം നേരിൽ കണ്ട മൈസ്ട്രോ ആകെ ഞെട്ടിപ്പോവുകയാണ്. നേരത്തെ താൻ ഇടിച്ചപ്പോഴാണോ നിൻ്റെ മുഖം ഇങ്ങനെ ആയിപ്പോയെന്ന് ഡൂമിനോട് മൈസ്ട്രോ ചോദിച്ചതും അപ്പോൾ തന്നെ അവിടെ വീണ് കിടക്കുന്ന ഡൂമാണെങ്കിൽ നിൻ്റെ ഇടി കൊണ്ടൊന്നുമല്ല തൻ്റെ മുഖം ഇങ്ങനെ ആയതെന്നും തൻ്റെ മുഖം ഇങ്ങനെ ആക്കിയത് ആ റീഡ് റിച്ചാർഡ്സ് ആണെന്ന് ഡൂം മൈസ്ട്രോയോട് പറഞ്ഞിട്ട് മൈസ്ട്രോയെ ചെറുതായി ഡൂം അറ്റാക്ക് ചെയ്ത് തെറിപ്പിക്കുകയാണ്. മാത്രമല്ല അവിടുന്ന് എങ്ങനെയെങ്കിലും മൈസ്ട്രോയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാൻ നോക്കിക്കൊണ്ടിരിക്കെ അവിടെ വീണ് കിടക്കുന്ന തൻ്റെ മുഖംമൂടി ഡോക്ടർ ഡൂം കാണുകയാണ് ഇപ്പോൾ. അപ്പോൾ തന്നെ മൈസ്ട്രോ തന്നെ കൊല്ലുന്നതിന് മുമ്പ് ഡോക്ടർ ഡൂം ആ മുഖംമൂടി തൻ്റെ മുഖത്തേക്ക് വെച്ച് അതിലെ ടെലിപ്പോർട്ടേഷൻ സിസ്റ്റം വഴി ഡോക്ടർ ഡൂം അവിടുന്ന് അഥവാ മൈസ്ട്രോയുടെ കയ്യിൽ നിന്നും എങ്ങോട്ടേക്കോ ടെലിപ്പോർട്ടായി രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ഡോക്ടർ ഡൂമിനെ കൊല്ലാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിൽ അവിടെ നിൽക്കുന്ന മൈസ്ട്രോയാണെങ്കിൽ ഡോക്ടർ ഡൂമിന് ബുദ്ധിയുണ്ടെങ്കിൽ അവൻ ഇനി എൻ്റെ വഴിയിൽ തടസ്സമായി അഥവാ തന്നോട് ഫൈറ്റ് ചെയ്യുവാൻ ഇനി വരില്ല എന്ന് സ്വയം പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.